ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇടുക്കിയിലെ പഴയമൂന്നാറിൽ ലോക്കൽ ടാക്സി ഡ്രൈവർമാർ മലപ്പുറത്ത് നിന്ന് വന്ന വാഹനത്തിലെ ഡ്രൈവറെയും വിനോദസഞ്ചാരികളെയും ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. തത്സമയം അവിടെ ഉണ്ടായിരുന്ന അടിമാലിയിലെ ഒരു ഡ്രൈവർ ഇതിന്റെ ദൃശ്യങ്ങൾ എടുത്തു. മലപ്പുറം വണ്ടി പറഞ്ഞുവിട്ടതിന് ശേഷം മൂന്നാറിലെ ഡ്രൈവർമാർ അടിമാലിയിലെ ഡ്രൈവറെ മർദ്ദിക്കുകയും ഫോൺ പിടിച്ചുപറിച്ച് നശിപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് മൂന്നാർ പോലീസ് അക്രമികൾക്കെതിരെ കേസെടുക്കുകയും 4 പേരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നീട് 2 പ്രതികളെ കൂടി പിടിച്ചിട്ടുണ്ട്. അക്രമ സംഭവങ്ങൾ വിനോദസഞ്ചാര മേഖലയിൽ വർദ്ധിക്കുകയാണ്. നമ്മളോടൊപ്പം ഇടുക്കിയിൽ നിന്ന് മാധ്യമ പ്രവർത്തകൻ ജോൺസൺ കൊച്ചുവർമ്മൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഉള്ളിലെ അടിസ്ഥാനപരമായ കാരണം? എന്തിനാണ് മലപ്പുറത്ത് നിന്നുള്ള ഡ്രൈവർമാരെ മർദ്ദിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? റോബിനെ, ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിൽ പ്രത്യേകിച്ചും മൂന്നാർ ഇങ്ങനെ വിനോദസഞ്ചാരികളോട് അപമര്യാദയായി പെരുമാറുന്ന ഒരു വലിയ സംഘം വളർന്നുകൊണ്ടിരിക്കുക. പ്രാദേശികമായിട്ടുള്ള ടാക്സി ഡ്രൈവർമാരാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രതികളുടെ സ്ഥാനത്ത് വരുന്നത്. അതുപോലെ ഈ വഴിയോര കച്ചവടക്കാർ. മൂന്നാറിന് പുറത്തേക്ക് പോയാൽ മാട്ടുപ്പെട്ടി ഡാമിന്റെ പരിസരം, കുണ്ടള ഡാമിന്റെ പരിസരം, എക്കോ പോയിന്റ്, നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രവേശന കവാടത്തിന് സമീപം ഒക്കെ ഇങ്ങനെ നിരവധി വഴിയോര കച്ചവടക്കാർ. ഇവർക്കൊന്നും പഞ്ചായത്തിന്റെ പോലെ ലൈസൻസുകളോ ഒന്നുമില്ല. ഇത്തരം കച്ചവടക്കാരും ഈ തദ്ദേശീയരായ ടാക്സിക്കാരും, അത് ഞാൻ പറയുമ്പോൾ ഒരു തമിഴ് കേരളം എന്നുള്ള വിഭാഗത്തിലേക്ക് പരിഗണിക്കേണ്ട, അവിടെ അധിവസിക്കുന്നതിൽ ഭൂരിഭാഗം വരുന്ന തമിഴ്ക്കാരാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ഇപ്പൊ റോബിൻ പറഞ്ഞ ഈ സംഭവം നടന്നിട്ട് 2 ആഴ്ച. അത് ഇതുപോലെ മൂന്നാർ ടൗണിൽ വരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാര് ഏതാണ്ട് ഈ ചിത്തിരപുരം മുതൽ, അടിമാലി തൊട്ട് വരുമ്പോൾ ചിത്തിരപുരം മുതൽ വലിയ ട്രാഫിക് ആയിരിക്കും. വളരെ മന്ദഗതിയിൽ മടുത്ത് ക്ലച്ച് കൊടുത്ത് മടുത്ത്, ഈ വണ്ടിക്കകത്തിരിക്കുന്നവരൊക്കെ AC ഉണ്ടെങ്കിൽ പോലും ഈ കുഞ്ഞുകുട്ടികളൊക്കെ പാല് കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ഒക്കെ സ്ത്രീകളുമൊക്കെ വിഷമിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് റിസോർട്ടിലോ ലോഡ്ജിലോ ഒരു ഹോട്ടലിലോ എത്തിച്ചേരണം എന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടി വരുമ്പോൾ ഈ ടൗണിലേക്ക് സമീപിക്കുമ്പോഴത്തേക്ക് ഈ ഇവിടെയുള്ള വാഹനങ്ങൾ, ഓട്ടോറിക്ഷ തൊട്ട് അവിടുത്തെ ടാക്സി വാഹനങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇവർക്കൊന്നും നിർത്താൻ കഴിയില്ല, ഇവർക്ക് സൈഡിലേക്ക് ഒതുക്കാൻ കഴിയില്ല, ഒരു ഹോട്ടൽ ചോദിക്കാൻ പാടില്ല, വലിയ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കിയ ഈ അടിമാലിയിൽ നിന്ന് വന്ന ഒരു ടാക്സിയുടെ ഡ്രൈവർ ഈ ദൃശ്യം പകർത്തി. അദ്ദേഹം പകർത്തി ആ വഴക്കുണ്ടായ മലപ്പുറംകാരുമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ തീർന്നതിന് ശേഷവും ഈ വീഡിയോ പകർത്തിയ ആള്, അദ്ദേഹം ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള അടിമാലിയിൽപ്പെട്ട ആളാണ്. അവരുടെ അതേ ടാക്സി തൊഴിൽ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു. അദ്ദേഹം തദ്ദേശീയനായതുകൊണ്ട് അവിടെ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് കേസെടുത്തു. 4 പേരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവർ റിമാൻഡിലായി. ഇനി 2 പേരെ കൂടെ പിടിക്കുകയും ചെയ്തു. പിന്നീട് ഈ സംഭവം നടന്നിട്ട് 2 ആഴ്ചയായി. അത് കഴിഞ്ഞാണ് 2-3 ദിവസം മുൻപ് ഇതുപോലെ മൂന്നാർ, നമ്മൾ സാധാരണ പറയുമ്പോൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയും. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാഗമല്ല. മൂന്നാറിൽ നിന്നും നമ്മൾ മാട്ടുപ്പെട്ടി കുണ്ടള വഴി കടന്നു പോകുന്ന വഴിയിലാണ്, കുണ്ടള കഴിഞ്ഞാണ് ഈ ടോപ്പ് സ്റ്റേഷൻ വരുന്നത്. ഈ ടോപ്പ് സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലം 6 കിലോമീറ്ററോളം നമ്മളതുവഴി വട്ടവടയ്ക്ക് പോകുന്ന സ്ഥലമാണ്. കേരളത്തിന്റെ ഭാഗമായ അഞ്ചുനാട്ടിലെ വട്ടവടയ്ക്ക് പോകുന്ന വഴിയാണ്. അതിൽ 6 കിലോമീറ്റർ വരുന്ന ഭാഗം തമിഴ്നാടിന്റെ ഭാഗം. ആ ഭാഗത്താണ് ഈ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഈ 1921 വെള്ളപ്പൊക്കം വരെ അവിടെ ട്രെയിൻ ഗതാഗതം ഉണ്ടായിരുന്ന സ്ഥലമാണ്. മൂന്നാറിൽ നിന്നും ഇങ്ങോട്ട് അവിടുന്ന് നമ്മുടെ റോപ്പ് വേ വഴി തമിഴ്നാട്ടിലേക്ക് സാധനങ്ങൾ കയറ്റുകയും കൊടുക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. നല്ല കാഴ്ചയുള്ള സ്ഥലമാണ്. നിരവധി ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്ന സ്ഥലമാണ്. അവിടെ എത്തിയ ഒരു ബസ്, ആ ബസ് സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ടൂറിസ്റ്റ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ നല്ല തിരക്കുള്ളിടത്ത് വലിയ ബുദ്ധിമുട്ടാണ് ആ ഡ്രൈവർമാർ അനുഭവിക്കുന്നത്. അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ വാഹനങ്ങൾ ഓടിക്കാൻ കഴിയില്ല. അത്തരം സന്ദർഭങ്ങളിലൊക്കെ വന്ന് അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, വഴി ബ്ലോക്ക് ആക്കുക, ആ സമയത്ത് കച്ചവടങ്ങൾ നടത്തുക, ഇതൊക്കെ ചെയ്യുന്നത് വളരെ പ്രതിഷേധാർഹമാണ്, ലജ്ജാകരമാണ്. അത് നമ്മുടെ നാടിന് നല്ലതല്ല. കാരണം ഈ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാ ഇവരും. അവിടെ വിനോദസഞ്ചാരികൾ വന്നാൽ മാത്രമല്ലേ ഈ ടാക്സിക്കാർക്ക് ഇത്രമാത്രം ഓട്ടം കിട്ടുള്ളൂ.
ഈ വഴിയോര കച്ചവടക്കാർക്ക് ഇത്ര കച്ചവടം കിട്ടുള്ളൂ. ഇതെല്ലാം അവരുടെ അന്നത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന തൊഴിലാണ് ഈ വിനോദസഞ്ചാര മേഖല. അവിടെ ഇത്ര അനാശാസ്യപരമായ പ്രവർത്തനങ്ങൾ തുടർച്ചയായി ഉണ്ടാവും. പോലീസിന് ചില പരിധികളുണ്ട് അവിടെ, അത് പറയാതെ വയ്യ. അവിടെ ഇത്തരം സംഘങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന, സംരക്ഷിക്കുന്ന ചില മാഫിയകളുണ്ട്. അത് രാഷ്ട്രീയ മാഫിയ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വഴിയോര കച്ചവടക്കാർക്കൊന്നും ഒരു ലൈസൻസും ഇല്ല. അവർ ചിലപ്പോൾ ഇച്ചിരി മാറിയിട്ട് ഇപ്പോ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിന് സമീപമായി താൽക്കാലിക ഷെഡുകളല്ല, പെർമനന്റ് ആയിട്ട് മെറ്റൽ വെച്ച്, ഇരുമ്പ് വെച്ച്, പൈപ്പ് കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന പെർമനന്റ് ഷെഡുകളിൽ ഗവൺമെന്റ് ഭൂമിയിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ഭൂമിയിൽ പെർമനന്റ് ഷെഡ്. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ജില്ലാ കളക്ടർ വരുമ്പോൾ നിർബന്ധമായിട്ട് ഇവരെ ഇറക്കാൻ ചെല്ലും. ഇവർ ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കും, ഒഴിപ്പിച്ച് ഒന്ന് ബോർഡ് വെക്കും. പിറ്റേ ദിവസം ഇവരെ അവിടെ സംരക്ഷിക്കും. ഞാൻ അവിടുത്തെ അന്വേഷിച്ചപ്പോ ഈ കച്ചവടക്കാർ പറയാം, പഞ്ചായത്തിന് ഒരു നികുതിയും കൊടുക്കുന്നില്ല. കാരണം പഞ്ചായത്തിന് അവിടെ കെട്ടിട നമ്പറില്ല. പക്ഷെ ഈ കെട്ടിടങ്ങൾക്ക് മുഴുവൻ വൈദ്യുതി ഉണ്ട്. അതെങ്ങനെയാണ് കിട്ടുന്നത്? രണ്ട്, ഇവർ വാടക കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. വാടകയ്ക്ക് തത്തുല്യമായ ഒരു തുക ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിക്ക്, അവിടെ സ്വാധീനമുള്ള ഒരു ട്രേഡ് യൂണിയനുള്ള രാഷ്ട്രീയ കക്ഷിക്ക് കൊടുത്തിട്ടാണ് ഇവരവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവർക്ക് സംരക്ഷണം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ആ സംരക്ഷണത്തിന്റെ മറവിലാണ് ഇങ്ങനെ വിനോദസഞ്ചാരികളുടെ അപമര്യാദയായിട്ട് പെരുമാറുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ ഓഫ് റോഡ് സവാരി ചെയ്യുന്ന വാഗമണ്ണിലും രാമക്കൽമേട്ടിലും ഒക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ വാഗമണ്ണിലൊക്കെ ഒരു കാലഘട്ടത്തെ ടൂറിസ്റ്റുകൾ ഭയപ്പെട്ടിരുന്നു. പക്ഷെ അവിടെ ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റും ടൂറിസം വകുപ്പും വനം വകുപ്പും സംയുക്തമായി ഈ തദ്ദേശീയരായ വാഹന ഉടമകളെയും കച്ചവടക്കാരെയും ഒക്കെ വിളിച്ച് നിരന്തരമായ യോഗങ്ങൾ കൂടിയിട്ട് അവരോട് പറഞ്ഞു, വിനോദസഞ്ചാരികൾ വരട്ടെ, അവർ വരുന്നതാണല്ലോ നിങ്ങൾക്കും ഉപകാരം. അതുകൊണ്ട് അവരുടെ അടുത്ത് നിങ്ങൾ സദാചാര ബോധവും സദാചാര പോലീസൊന്നും ആയിട്ട് പോകരുത്. അവർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ ഒരു അതിഥിയായിട്ട് സ്വീകരിക്കുക, അവർക്ക് വഴി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവരോട് മാന്യമായി പെരുമാറുക, അവരെ ചൂഷണം ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ നിരന്തരമായി മീറ്റിങ്ങുകൾ കൂടി ഈ ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും അവിടുത്തെ പഞ്ചായത്തും ഒക്കെ ചേർന്നപ്പോ ഇപ്പൊ അവിടെയൊന്നും ഈ പറയുന്ന പ്രശ്നങ്ങളില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടങ്ങളിലൊക്കെ ഉണ്ടാവുന്നുണ്ടാവും. പക്ഷെ പൊതുവെ അവിടെ ഒക്കെ ഇപ്പോൾ ശാന്തമാണ്. പക്ഷെ മൂന്നാർ ശാന്തമല്ല. മൂന്നാർ ഇതുപോലെ ഈ ടൂറിസ്റ്റുകൾ തന്നെ വന്നു പോകുന്ന സ്ഥലമാണ് തേക്കടി. എന്തുകൊണ്ടാണ് തേക്കടിയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത്? അപ്പൊ മൂന്നാറിൽ തമിഴ് ജനത ഒരു വലിയ ഒരു ആധിപത്യം സ്ഥാപിക്കുകയും അത് അവിടുത്തെ സാധാരണക്കാർക്കും അവിടെയുള്ള സാധാരണക്കാർക്ക് പോലും ഭീഷണിയായി മാറുകയും ചെയ്തു. അടിയന്തരമായി ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെടണം. വിനോദസഞ്ചാര മേഖലയെ തകർക്കരുത്. ഇപ്പോ മൂന്നാറിലേക്ക് റോബിനെ പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങളിൽ നിന്നും പ്രവേശന നികുതി വാങ്ങിക്കുന്ന തീരുമാനം മൂന്നാർ പഞ്ചായത്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രവേശന നികുതി വാങ്ങിക്കുന്നതിനൊന്നും തെറ്റില്ല. പക്ഷെ പ്രവേശന നികുതി വാങ്ങിക്കുമ്പോൾ ആ പ്രവേശന നികുതി കൊടുത്ത് മൂന്നാറിലേക്ക് വരുന്നവർക്ക് വേണ്ടുന്ന സുരക്ഷ ഉറപ്പാക്കണം. അവർക്ക് പൊതു ശൗചാലയമടക്കമുള്ള സൗകര്യങ്ങൾ കൊടുക്കണം. പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ഒരു പഞ്ചായത്ത് ചെയ്തു കൊടുക്കേണ്ടതല്ലേ ഫീസ് വാങ്ങിക്കുമ്പോൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുരക്ഷ. വിനോദസഞ്ചാരി മൂന്നാറിലേക്ക് വരുന്ന വിനോദസഞ്ചാരി മൂന്നാറിൽ നിന്നും സുരക്ഷിതമായി പോകും എന്ന ഉറപ്പ് കൊടുക്കാൻ അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ കഴിയണം. എങ്കിൽ മാത്രമേ വിനോദസഞ്ചാര മേഖല വളരുകയുള്ളൂ. അത് നാടിനൊരു ഗുണകരമാകും. അതുകൊണ്ട് സത്വര നടപടികൾ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഇത്തരം വിഷയങ്ങളൊക്കെ ശക്തമായി മുൻകാലങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്തിട്ടുള്ള ആളെന്ന നിലയിൽ വളരെ പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവിടെയുള്ള വിനോദസഞ്ചാരികളും തദ്ദേശീയരായ സാധാരണ ജനങ്ങളും ഒക്കെ താമസിക്കുന്നത്. റോബിൻ, മറ്റൊന്ന് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു ചില ഈ സദാചാര പോലീസിംഗിന്റെ കാര്യമൊക്കെ. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കേണ്ട സാഹചര്യം അവിടെ ഉണ്ടാകുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ ഈ വിനോദസഞ്ചാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അതുമല്ലെങ്കിൽ നമുക്കറിയാം തമിഴ് മേഖല എന്ന് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, എന്തെങ്കിലും സാംസ്കാരികമായിട്ടുള്ള ആ മേഖലയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അതും അവിടെ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഈ വിനോദസഞ്ചാര മേഖലയിൽ നമുക്ക് മദ്യം അല്ലെങ്കിൽ സെക്സ് ഇതിനെയൊന്നും നമുക്ക് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. മദ്യം അവിടെ സുലഭമായിട്ടുണ്ട്, ബാറുകളുണ്ട്, പിന്നെ വിദേശ മദ്യ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുണ്ട്. സെക്സ് എന്ന് പറയുന്നത് ഇന്നിപ്പോ പഴയതുപോലെ ഈ കോൾ ഗേൾസ് ടൗണുകളിൽ വേണ്ടല്ലോ. പഴയ കാലത്ത് ഈ വഴിയോരങ്ങളിലൊക്കെ ഇത്തരം സ്ത്രീകളുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ വരുന്നവര് ഇപ്പൊ ഏത് ലോഡ്ജുകൾ എടുത്താലും എവിടെ പൊതുവായി പോയാലും അവരെയൊന്നും പ്രായപൂർത്തിയായവരെങ്കിൽ അവരെയൊന്നും ചോദ്യം ചെയ്യേണ്ട അവകാശം ഇല്ല എന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ വരുന്നവർ ആരാണെന്ന് നമുക്കറിയില്ല, റൂം എടുക്കുന്ന ആരാണെന്ന് അറിയില്ല. പക്ഷെ അവർ വരട്ടെ, എൻജോയ് ചെയ്ത് പോട്ടെ. കാരണം നിയമവ്യവസ്ഥയിൽ അത് അനുവദിക്കുന്നുണ്ട്.
അവർക്ക് അങ്ങനെ വരാനും പോകാനുള്ള സ്വാതന്ത്ര്യം. ഇവിടെ അതല്ലെന്നേ, ഇവിടെ ഒരു അസൂയ, ഇവരുടെ ഒരു മേൽക്കോയ്മ, അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അനാവശ്യമായി. ഞങ്ങൾ മൂന്നാറിൽ എന്തോ ആണ്. ഇന്ന് ഞാൻ ഇതിന്റെ നിജസ്ഥിതി അറിയാനായിട്ട് ഒരു പോലീസുകാരനെ വിളിച്ചു. മൂന്നാറിൽ ഉണ്ടായിരുന്നൊരു പോലീസുകാരനാണ്, അപ്പൊ അദ്ദേഹം വേറെടുത്താണ്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വളരെ സ്നേഹം, എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ മകനാണ്. അപ്പൊ എന്റെ അങ്കിളെ അവിടെ അവന്മാരോടൊന്നും മിണ്ടാൻ പറ്റിയ ഈ ഡ്രൈവർമാരോട്. ഞാൻ അവിടെ ആയിരുന്നപ്പോ എന്നെ ഇവർക്ക് അറിയാം. ഞാനിപ്പോ മറ്റൊരു സ്ഥലത്താണ്, ഞാൻ ഒരു സ്വകാര്യ വാഹനം കൊണ്ട് അവിടെ ചെല്ലുന്നതെങ്കിൽ ഇവന്മാർ എന്നോട് കയറി കയർക്കും. അവസാനം ആരെങ്കിലും പറയും, ഇത് നമ്മുടെ പഴയ സാറാണ് എന്ന് പറയുമ്പോഴേ ഇവന്മാരത് പോകുന്നത്. അനാവശ്യമായ പ്രശ്നങ്ങളുണ്ടാകും. സിറ്റിയല്ലേ, തിരക്ക് ഉണ്ടാകുമ്പോൾ ട്രാഫിക്കുകൾ ബ്ലോക്ക് ആകും. ഇതിനകത്ത് ഇരിക്കുന്നവർ വിഷമിക്കുകയാണല്ലോ, അത് മനസ്സിലാക്കണ്ടേ. ആ ഡ്രൈവറിന്റെ ഒരു നമുക്ക് തന്നെ അറിയാമല്ലോ, റോബിനും വാഹനം ഓടിക്കുന്നതാണ്, ഞാൻ ഓടിക്കുന്നത്. കുറെ നേരം ട്രാഫിക് ജാമിൽ നിൽക്കുമ്പോൾ ഈ ക്ലച്ച് താങ്ങി നമ്മൾക്ക് എന്തെങ്കിലും മടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഡ്രൈവർ മടുത്തിരിക്കുകയാണ്, ഇതിനകത്തുള്ള വിനോദസഞ്ചാരികൾ മടുത്തിരിക്കുകയാണ്. ആ സമയത്തൊക്കെ തങ്ങൾ ഈ നാട്ടുകാരാ, തങ്ങൾക്ക് എതുവഴിയും പോകാം, എങ്ങനെയും പോകാം, മാറ്റടോ മറിക്കടോ ഇതൊക്കെ പറഞ്ഞ് അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അംഗീകരിക്കാനാവും. ഒരു ഗുണ്ടായുസം, അത് തന്നെയാണ്, ഒരു ഗുണ്ടായുസം അവിടെ നടക്കുന്നു. അത് ഞാൻ പറയുന്നു, ഞാൻ തമിഴ്ക്കാരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, ലോക്കലായിട്ടുള്ള തമിഴ്ക്കാർ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. അടിയന്തരമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം. അങ്ങനെയൊന്നൊരു ആധിപത്യം ഈ മൂന്നാറ്റിൽ തമിഴ്ക്കാർ കൊടുക്കുക. പെമ്പിളൈ ഒരുമയുണ്ടായതൊക്കെ പറയാൻ പോയാൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. അവിടെ ഒത്തിരി തമിഴ്ക്കാർ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് തോട്ടമേഖലയിൽ, അതൊക്കെ വസ്തുവാണ്. പക്ഷേ ഇത്തരം രീതിയിലേക്ക് ഇവർ പോകുന്നത് അംഗീകരിക്കാനാവില്ല. മൂന്നാർ കേരളത്തിന്റെ ഒരു വിനോദസഞ്ചാര മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. മൂന്നാർ ഏറ്റവും നല്ല വരുമാനം നൽകുന്ന ഒരു മേഖലയാണ്, ഏറ്റവും നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു മേഖലയാണ്. ഒരു കാരണവശാലും ഗവൺമെന്റ് ഇടപെടണം. ഒരു കാരണവശാലും മൂന്നാറിൽ ആരുടേതുമാകട്ടെ ഒരു ഗുണ്ടായിസം അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി അതിനുള്ളിൽ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റ് സംവിധാനം എന്തുകൊണ്ട് കാര്യക്ഷമമായി ഇടപെടുന്നില്ല? കാരണം അത് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകൾ എത്തുന്ന ഒരു മേഖല കൂടിയാണല്ലോ ഇത്. വിനോദസഞ്ചാര മേഖലയാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്, പലയിടങ്ങളിലും അറിയപ്പെടുന്ന ഒരു മേഖലയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൂടിയുള്ള പ്രദേശമാണല്ലോ ഇത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇത്തരത്തിൽ അതിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്താതെ പോകുന്നത്? ഇപ്പോഴും പ്രശ്നം ഇത്രയും എന്ന് വെച്ചാൽ നമുക്കറിയാം, നാട് പുരോഗമിച്ചിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്, അതിനെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? റോബിനെ, മൂന്നാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു സ്ഥലവും പോലെയല്ല. മൂന്നാറിൽ ഗവൺമെന്റ് ഭൂമി, ഇപ്പോൾ നമുക്ക് ബഹുമാനായ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടെ ടാറ്റയുടെ കൈവശം എത്ര ഏക്കർ ഭൂമി, എത്ര ഹെക്ടർ ഭൂമി അധികമായിട്ടുണ്ടെന്ന് പറയുന്നത് കണക്കുകൾ നമുക്കുണ്ട്. അതുപോലെ അവിടെ ഭൂമി കയ്യേറ്റം ഇല്ലാന്ന് പറയാൻ കഴിയില്ല. വൻകിട കയ്യേറ്റങ്ങൾ നടക്കുന്നുണ്ട് അവിടെ. റിസോർട്ട് മാഫിയ ഇതര ജില്ലകളിൽ നിന്ന് അവിടെ ഭൂമി കയ്യേറി വ്യാജ പട്ടയമുണ്ടാക്കി റിസോർട്ടുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാം. മൂന്നാറിൽ ഭൂമിയില്ല, സ്വകാര്യ മേഖലയ്ക്ക്, സർക്കാരിന് ഭൂമിയില്ല. അതാണ് സ്ഥിതി. മൂന്നാർ വളരെ ഇടുങ്ങിയ ഒരു ചെറിയ ഒരു റോഡിന്റെ ഇരുവശത്തുമുള്ള ചുരുക്കം ഭാഗം മാത്രമാണ് സ്വകാര്യ മേഖലയ്ക്കോ ഗവൺമെന്റിനോ ഉള്ളത്. ബാക്കി മുഴുവൻ ടാറ്റയുടെ കയ്യിലാണ്. ഇന്ന് കണ്ണൻ ദേവൻ എന്നറിയപ്പെടുന്ന കമ്പനിയുടെ കയ്യിലാണ്. ഒരു റോഡ് ഒരു ഇവിടത്തൂടെ വെട്ടണമെങ്കിൽ ഈ ടാറ്റയുടെ മാനേജറുടെ കഴിവുണ്ടാകും. എന്തിനേറെ പറയുന്നു, മൂന്നാർ നഗരത്തിലുള്ള കത്തോലിക്ക പള്ളി, മൂന്നാർ ടൗണിലായിരിക്കുന്നത്, വിജയപുരം രൂപതയുടെ കീഴിലുള്ളതാണ്, ലാറ്റിൻ ചർച്ചാണ്. ആ പള്ളിയുടെ ഒരു പ്രദക്ഷിണം വരുന്നതിന് നമ്മുടെ ഇതിടണമല്ലോ, മൈതാനത്ത് സ്റ്റേജ്. ആ സ്റ്റേജ് കെട്ടണമെങ്കിൽ പോലും ഈ ടാറ്റയുടെ ആൾക്കാരോട് അനുമതി വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. അത്രമാത്രം അവിടെ ഭൂമിയില്ല. അതുകൊണ്ടാണ് അവിടെ ബൈപ്പാസിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു, ഫ്ലൈ ഓവറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു, അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. ഇതൊന്നും നടപ്പിലായിട്ടില്ല. കാരണം എന്താ? ഭൂമി ഏറ്റെടുക്കാം. ഭൂമി, ടാറ്റയുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള നട്ടല് ഒരു ഗവൺമെന്റിനും ഇല്ല. നട്ടല് അതിപ്പോ പറച്ചിലൊക്കെ പറയും, കയ്യേറ്റം ഒഴിപ്പിക്കും, കയ്യേറ്റം ഒഴിപ്പിക്കും എന്നൊക്കെ പറയും. അത് ഈ 5 സെന്റുകാരന്റെയും 10 സെന്റുകാരന്റെയും ഭൂമിയിലായി കയ്യേറ്റം ഒഴിപ്പിക്കും. ടാറ്റയുടെ 1 സെന്റ് ഭൂമി ഒഴിപ്പിച്ചെടുക്കാനോ ഗവൺമെന്റിന് ആവശ്യമാണെങ്കിൽ ഏറ്റെടുക്കാമല്ലോ, വിജ്ഞാപനം ചെയ്ത് ഏറ്റെടുക്കാമല്ലോ. ഏറ്റെടുക്കാനോ ഒന്നും ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ മൂന്നാർ ഇടുങ്ങി നിൽക്കുക. ഇന്ന് മൂന്നാർ ആവശ്യത്തിന് വളർന്നിട്ടില്ല. വിനോദസഞ്ചാര മേഖല വന്നു, സ്വകാര്യ വ്യക്തിയുടെ ഉൾപ്രദേശങ്ങളിൽ പോയി റിസോർട്ടുകൾ തുടങ്ങി എന്നൊക്കെ അല്ലാതെ
ഒരു വഴിയും മൂന്നാർ വളർന്നു. ഈ ദേശീയപാത നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ, ദേശീയപാത. ആ ദേശീയപാത മൂന്നാറിലില്ല, പറച്ചിലേ ഉള്ളൂ, വീതിയില്ല. അവിടെ നിന്ന് ഉടുമൽപേട്ടയ്ക്ക് പോകുന്ന അന്തർ സംസ്ഥാന പാത, വീതിയില്ല. ഈ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ 4 മണിക്കൂർ, ഞാനൊരു വാർത്തയ്ക്ക് മറയൂരിൽ പോയിട്ട് വരുമ്പോൾ, വാർത്ത എടുത്തിട്ട് വരുമ്പോൾ 4 മണിക്കൂറാണ് എനിക്ക് അവിടെ ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നത്. 4 മണിക്കൂർ. കാരണം അവിടെ വഴിക്ക് വീതിയില്ല. ഒരു ലോറിയോ ഒരു തേയില കയറ്റിക്കൊണ്ട് വരുന്ന ഒരു ട്രാക്ടറോ ഒരു ബസ്സോ ഒന്നും ബ്ലോക്കായാൽ അവിടെ കിടക്കും. എന്തൊരവസ്ഥയാണ് ചിന്തിച്ചു നോക്കിയേ. അതുപോലെയാണ് ഈ കുണ്ടളയ്ക്ക് പോകുന്ന വഴി. ഇപ്പൊ സുരക്ഷിതമായി അവിടെ നിന്ന് പോകാൻ പറ്റുന്ന ഏക വഴി എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്നും പൂപ്പാറയ്ക്ക് വരുന്ന ഹൈവേയുടെ ഭാഗത്ത് മാത്രമാണ്. ആ ഒരൊറ്റ റോഡ് മാത്രമേ മൂന്നാർ വികസിച്ചിട്ടുള്ളൂ. ബാക്കി ഒരു റോഡും, ഗ്രാമീണ റോഡുകളൊന്നും വികസിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ അടിയന്തരമായി ഗവൺമെന്റ് ശ്രദ്ധിക്കുകയും അവിടുത്തെ ഭൂമി ഏറ്റെടുത്ത് വികസന പദ്ധതികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ ഇനിയും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ഇതല്ല, ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നവരെ നിയന്ത്രിക്കാൻ അവിടുത്തെ പോലീസ് അധികൃതർക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നത്. അതിനൊക്കെ കഴിയണം, അല്ലായെന്നുണ്ടെങ്കിൽ ആ മേഖല തകരും എന്നാണ് റോബിനെ പറയാനുള്ളത്. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി.